ഹായ് മക്കളെ, സ്റ്റഡി വൈബിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്, നിങ്ങൾ പരീക്ഷയുടെ തിരക്കിലാണ്. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് 12ാമത്തെ ചാപ്റ്ററിൻ്റെ റിവിഷൻ ക്ലാസ്സാണ്. അപ്പോൾ അതിൽ US ഹെഗ്മണി ഇൻ ദ വേൾഡ് പൊളിറ്റിക്സ്, ലോക രാഷ്ട്രീയത്തിലെ അമേരിക്കയുടെ ആധിപത്യം എന്നുള്ളതാണ് ഈ ചാപ്റ്റർ. അപ്പോൾ ഇതിൽ ഈ 12ാമത്തെ ഈ ചാപ്റ്ററിൽ ചോദിക്കുന്ന ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസ് മാത്രം ഞാൻ പറയാം. കുറച്ച് AB കോളത്തിനായിട്ട് പഠിച്ചു വയ്ക്കുക. അതായത് നമ്മുടെ ഈ ചാപ്റ്ററിലെ അമേരിക്ക ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയായിരുന്നു. അമേരിക്ക മറ്റു രാജ്യങ്ങളെ അവരുടെ കീഴിലേക്ക് കൊണ്ടുവന്നിരുന്നു. അല്ലെങ്കിൽ ലോകം അമേരിക്കയെ ഭയത്തോടെ നോക്കി, അല്ലെങ്കിൽ ലോകം ആദരവോടെ നോക്കി, അങ്ങനെയൊക്കെ പറയുന്ന സംഭവങ്ങൾ നിറയുണ്ട്. അതിൽ ലോകം അമേരിക്കയെ ഭയത്തോടെ നോക്കിയ, അല്ലെങ്കിൽ അമേരിക്ക എന്ന് പറഞ്ഞ ഒരു ശക്തി എത്രത്തോളം വലുതാണെന്ന് തെളിയിച്ച 4 സംഭവ വികാസങ്ങളുണ്ട്. ഓപ്പറേഷൻ ഡെസേർട്ട് സ്റ്റോം, ഓപ്പറേഷൻ ഇൻഫിനിറ്റി റിച്ച്, ഓപ്പറേഷൻ എൻഡ്യൂറിങ് ഫ്രീഡം, ഓപ്പറേഷൻ ഇറാഖി ഫ്രീഡം. അപ്പോൾ അതിൽ ഓപ്പറേഷൻ ഡെസേർട്ട് സ്റ്റോം എന്ന് പറയുന്നത് ഫസ്റ്റ് ഗൾഫ് വാർ എന്നുള്ളതാണ്. കമ്പ്യൂട്ടർ വാർ, വീഡിയോ ഗെയിം വാർ എന്നീ പേരുകളിൽ ഇത് അറിയപ്പെട്ടു. അപ്പോൾ ഓപ്പറേഷൻ ഡെസേർട്ട് സ്റ്റോം, ഫസ്റ്റ് ഗൾഫ് വാർ, വീഡിയോ ഗെയിം വാർ, കമ്പ്യൂട്ടർ വാർ എന്ന പേരുകളിലൊക്കെ അറിയപ്പെട്ട യുദ്ധമാണ് ഇത് ഇറാഖ്, അതായത് അമേരിക്കൻ പ്രസിഡൻ്റായിരുന്ന ജോർജ് H.W. ബുഷിൻ്റെ കാലത്താണ് ഈ യുദ്ധം നടക്കുന്നത്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. 1 വേർഡ് ക്വസ്റ്റ്യന് ചോദിക്കാം, AB കോളങ്ങൾക്കൊക്കെ ചോദിക്കാം എന്നുള്ളതാണ്. അപ്പോൾ അത് അതായത് 34 രാജ്യങ്ങളുമായി ചേർന്ന് അമേരിക്ക ഇറാഖ് കുവൈത്തിനെ ആക്രമിച്ചപ്പോൾ കുവൈത്തിനെ രക്ഷിക്കാൻ വേണ്ടി നടത്തിയ പോരാട്ടമാണ് 1ാം ഗൾഫ് യുദ്ധം, ഓപ്പറേഷൻ ഡെസേർട്ട് സ്റ്റോം എന്നറിയപ്പെടുന്നത്. സദാം ഹുസൈൻ എന്ന് പറയുന്ന ഇറാഖ് പ്രസിഡന്റിന് നേരായിട്ടായിരുന്നു ഈ ആക്രമണം. ഓർത്തു വയ്ക്കാം. ഇതിനടുത്ത ഓപ്പറേഷൻ ഇൻഫിനിറ്റി റിച്ച് എന്ന് പറയുന്ന സംഭവം. എന്താണ് ഓപ്പറേഷൻ ഇൻഫിനിറ്റി റിച്ച് എന്ന് പറഞ്ഞു ചോദിച്ചാൽ അൽ ഖ്വയ്ദ തീവ്രവാദികൾക്കെതിരെ നടത്തിയ പോരാട്ടം. അതായത് സുഡാനിലെയും അഫ്ഗാനിസ്ഥാനിലെയും അൽ ഖ്വയ്ദ തീവ്രവാദികൾക്കെതിരെ നടത്തിയ പോരാട്ടമാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്? ഓപ്പറേഷൻ ഇൻഫിനിറ്റി റിച്ച് എന്ന പേരിൽ അറിയുന്നത്. ആ കാലത്ത് അമേരിക്കയുടെ പ്രസിഡന്റ് ബിൽ ക്ലിൻ്റനാണ്. അപ്പോൾ ബിൽ ക്ലിൻ്റനാണ്, അദ്ദേഹത്തിൻ്റെ കാലത്താണ് ഓപ്പറേഷൻ ഇൻഫിനിറ്റി റിച്ച് എന്ന പേരിൽ അറിയപ്പെടുന്ന യുദ്ധം, സുഡാനെതിരെയും അഫ്ഗാനിസ്ഥാനെതിരെയും. അടുത്ത 3ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ ഓപ്പറേഷൻ എൻഡ്യൂറിങ് ഫ്രീഡം എന്ന് പറയും. എന്താണ് ഈ ഓപ്പറേഷൻ എൻഡ്യൂറിങ് ഫ്രീഡം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ചോദിച്ചാൽ അമേരിക്ക ആഗോള ഭീകരതയ്ക്കെതിരെ നടത്തിയ പോരാട്ടം. അമേരിക്ക ആഗോള ഭീകരതയ്ക്കെതിരെ, ഗ്ലോബൽ ടെററിസത്തിനെതിരായി നടത്തിയ പോരാട്ടമാണ് ഓപ്പറേഷൻ എൻഡ്യൂറിങ് ഫ്രീഡം എന്ന പേരിൽ അറിയപ്പെടുന്നത്. പിന്നെ 9/11 എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു സംഭവം കൂടി നമുക്കുണ്ട്. 9/11 എന്നറിയപ്പെടുന്ന സംഭവമെല്ലാം അമേരിക്ക എന്ന് പറയുന്ന ലോകശക്തിയെ ആരും ആക്രമിക്കില്ല എന്ന് തീരുമാനിച്ചിരുന്ന ആ ഒരു കാലഘട്ടങ്ങളിൽ 2001 സെപ്റ്റംബർ 11 16 അറബ് രാജ്യങ്ങളിൽ നിന്നായി 19 പേര് 4 അമേരിക്കൻ വാണിജ്യ വിമാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അമേരിക്കയിലെ വേൾഡ് ടവർ ആക്രമിച്ച സംഭവത്തെയാണ് നമ്മൾ 9/11 എന്ന പേരിൽ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ആ ഭീകരാക്രമണത്തിൽ 3000-ഓളം പേർ കൊല ചെയ്യപ്പെടുകയും ചെയ്തു. അതുപോലെ തന്നെ ഏറ്റവും വലിയ ശക്തിയാണ്, എന്നെ ആരും ആക്രമിക്കില്ല, അല്ലെങ്കിൽ അമേരിക്കയെ ആരും ആക്രമിക്കില്ല എന്ന് പ്രതീക്ഷിച്ചിരുന്ന വിശ്വാസം അവിടെ നഷ്ടപ്പെട്ടു പോവുകയും ചെയ്തു. ഇത് ഓപ്പറേഷൻ ഇൻഫിനിറ്റി റീച്ചിൻ്റെ ഒരു ഭാഗമായിട്ടുള്ള സംഭവങ്ങളാണ്. അപ്പോൾ നമ്മൾ 4 പോയിന്റ്. 1 ഓപ്പറേഷൻ ഡെസേർട്ട് സ്റ്റോം, അത് 1ാം ഗൾഫ് യുദ്ധം, കമ്പ്യൂട്ടർ വാർ, വീഡിയോ ഗെയിം വാർ എന്ന പേരിൽ അറിയപ്പെടുന്നു. 2 ഓപ്പറേഷൻ ഇൻഫിനിറ്റി റിച്ച് എന്ന് പറയുന്ന സംഭവം, അത് പ്രധാനമായിട്ടും സുഡാൻ, അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിലെ തീവ്രവാദികൾക്ക് നേരെയുള്ള ആക്രമണമായിരുന്നു. ഇതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത്, അതിൻ്റെ ഫലം എന്ന് പറയുന്നത് 2001 സെപ്റ്റംബർ 11 അമേരിക്കയിലെ വേൾഡ് ട്രേഡ് സെൻറ്ററിന് നേരെ തീവ്രവാദികൾ ആക്രമണം നടത്തിയിട്ടാണ് പ്രതികരിച്ചത്. ഈ സംഭവം 9/11 എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. അടുത്തത് നമ്മൾ ഓപ്പറേഷൻ എൻഡ്യൂറിങ് ഫ്രീഡം എന്ന് പറയും. അമേരിക്ക ഗ്ലോബൽ ടെററിസത്തിനെതിരായിട്ട് ഫൈറ്റ് ചെയ്തത്, ആഗോള ഭീകരതയ്ക്കെതിരെ നടത്തിയ പോരാട്ടമാണത്. അടുത്തത് ഓപ്പറേഷൻ ഇറാഖി ഫ്രീഡം എന്ന് പറയും. അതായത് പ്രധാനമായിട്ടും അമേരിക്കൻ മിലിറ്ററി സൈന്യം സദാം ഹുസൈനെ അറസ്റ്റ് ചെയ്യുകയും
അദ്ദേഹത്തെ ഇറാഖിൽ നിന്നും പൂർണ്ണമായും ഇല്ലാതാക്കുന്നതിന് വേണ്ട ശ്രമങ്ങൾ ആരംഭിക്കുകയും ചെയ്ത സംഭവ വികാസമാണ്. ഇറാഖിനെ പൂർണ്ണമായും പിടിച്ചെടുത്ത് നിരായുധീകരിച്ചുകൊണ്ട് വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ നടത്തിക്കൊണ്ട് എല്ലാ തരത്തിലും പരാജയപ്പെടുത്തി ഇറാഖിനെ ഒന്നുമല്ലാതാക്കി തൻ്റെ ഭാഗമാക്കി മാറ്റുക എന്ന അമേരിക്കയുടെ തന്ത്രമാണ് ഓപ്പറേഷൻ ഇറാഖി ഫ്രീഡത്തിലൂടെ നടക്കുന്നത്. ഈ 4 പോയിന്റ് AB കോളത്തിന് ചോദിക്കും, പഠിച്ചു വെച്ചോളുക. ഇനി നമുക്കറിയേണ്ടത് അമേരിക്കയുടെ വാട്ട് ആർ ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അമേരിക്കൻ ഡൊമിനൻസ് എന്നുള്ളതാണ്. അമേരിക്ക തൻ്റെ ആധിപത്യം എങ്ങനെയാണ് സ്ഥാപിച്ചെടുത്തത് എന്നുള്ളതാണ്. അപ്പോൾ അതിൽ 3 പോയിന്റുകൾ പഠിച്ചു വയ്ക്കുക. അതിൽ ഏതെങ്കിലും 2 എണ്ണം ഉറപ്പായിട്ടും പരീക്ഷയ്ക്ക് ചോദിക്കുക ആ 3 പോയിന്റിന്, അല്ലെങ്കിൽ ആ 3 പോയിന്റ് മാത്രം എഴുതാനായിട്ട് ഷോർട്ട് ക്വസ്റ്റ്യൻ ചോദിക്കും. അതായത് മേധാവിത്വം മാരകശക്തി എന്ന നിലയിൽ, മേധാവിത്വം ഘടനാപരമായ ശക്തി എന്ന നിലയിൽ, മേധാവിത്വം മൃദുലാധികാര ശക്തി എന്ന നിലയിൽ. അതായത് ഹെഗ്മണി ആസ് ഹാർഡ് പവർ, ഹെഗ്മണി ആസ് സ്ട്രക്ചറൽ പവർ, ഹെഗ്മണി ആസ് സോഫ്റ്റ് പവർ. ഈ 3 കാര്യങ്ങളാണ്. അപ്പോൾ അതിൽ ഹെഗ്മണി ആസ് ഹാർഡ് പവർ എന്ന് പറഞ്ഞാൽ മാരകശക്തിയായിട്ട്, അതായത് എപ്പോൾ വേണമെച്ചാലും അത് രാഷ്ട്രീയമായോ സാമ്പത്തികമായോ മറ്റു രാജ്യങ്ങളെ ആക്രമിച്ച് കീഴടക്കാം എന്നുള്ളതാണ് അതിലുദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ സ്ട്രക്ചറൽ പവർ, അവരുടെ പവർ എന്ന് പറയുന്നത് ഒരു രാജ്യത്തെ കീഴടക്കാം, ശത്രുവിനെ ശിക്ഷിക്കാം, ഭയപ്പെടുത്തി ചൊൽപ്പടിക്ക് നിർത്താം, പോലീസായി ചമയാം എന്നുള്ള നിലയിലുള്ള പ്രവർത്തനങ്ങളും, അതുപോലെ തന്നെ ഘടനാപരമായ ശക്തി സ്ട്രക്ചറൽ ഫോഴ്സിൽ നമുക്ക് ആഗോള പൊതുവസ്തുക്കൾ പ്രദാനം ചെയ്യുന്നതിൽ മേധാവ ശക്തികൾക്കുള്ള ഉത്തരവാദിത്വം, അതായത് ഞങ്ങളാണ് ഏറ്റവും വലുത് എന്നുള്ളൊരു സംഭവം, ലോകത്തിലെ പല രാജ്യങ്ങൾക്കും സാധനങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് അമേരിക്കയാണെന്നുള്ള തോന്നൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നത്. അതുപോലെ നമ്മൾ ഇറാഖ് ആക്രമണം നോക്കുമ്പോൾ അമേരിക്കയാണ് ഇറാഖിനെ ആക്രമിക്കുന്നത്. പക്ഷേ അതായത് 6,60,000 വരുന്ന സൈനികരുമായി പോയി ആക്രമിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സൈനികരെ എടുക്കുന്നത് 34ഓളം രാജ്യങ്ങൾ ചേർന്നാണ് യുദ്ധമെങ്കിൽ പോലും അതിൽ 30 രാജ്യങ്ങൾ കൊടുക്കുന്ന സൈന്യത്തെക്കാൾ കൂടുതലായ ഒരു സൈനിക സഖ്യം അമേരിക്കയുടേതായിട്ട് കോൺട്രിബ്യൂട്ട് ഉണ്ടായിരുന്നു. അതുപോലെ ലോകം ബഹിരാകാശത്തേക്ക് അയച്ചിട്ടുള്ള ഉപഗ്രഹങ്ങൾ എടുത്താൽ അതിലും ഏറ്റവും കൂടുതൽ അമേരിക്കയുടെ കയ്യിലാണ്. അതുപോലെ ലോകബാങ്ക് പണം നിക്ഷേപിക്കുന്ന, അതുപോലെ IMFൽ പണം നിക്ഷേപിക്കുന്ന രാജ്യങ്ങളുടെ പട്ടിക എടുത്താലും ടോപ്പിൽ നിൽക്കുന്നത് അമേരിക്കയാണ്. അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയാൻ എല്ലാ തരത്തിലും അമേരിക്ക ഉയർന്നു വരുന്നുണ്ട്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ MBA സ്റ്റുഡൻസ് പഠിച്ചിറങ്ങുന്നത് അമേരിക്കയിൽ നിന്നാണ്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ എല്ലാറ്റിലും ഏതൊക്കെ മേഖലകൾ എടുത്താലും ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന രാജ്യം അമേരിക്കയാണ്. ഇനി ഹെഗ്മണി ആസ് എ സോഫ്റ്റ് പവർ, മേധാവിത്വം ഒരു മൃദുലാധികാര ശക്തി എന്ന നിലയിൽ എന്നാണ് നമ്മൾ കണക്കാക്കുന്നതെങ്കിൽ സൈനികമായ ശക്തി കൊണ്ടും പെരുമാറ്റപരമായ കാര്യങ്ങൾ കൊണ്ടും താല്പര്യങ്ങളുടെ കാര്യത്തിലാണെങ്കിലും ബലപ്രയോഗത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും സാംസ്കാരികമായും പ്രത്യയശാസ്ത്രപരമായും ഒക്കെ മറ്റുള്ളവരെ അടക്കി നിർത്താനും സമ്മതിപ്പിക്കാനുള്ള കഴിവ്, ലോകത്തിലെ എല്ലാ ആൾക്കാരും വസ്ത്രധാരണ രീതികൾ എടുക്കാനും ജോലിയുടെ കാര്യങ്ങൾ തീരുമാനിക്കുകയാണെങ്കിലും എല്ലാം നമ്പർ 1 എന്ന സ്ഥാനത്തേക്ക് നിൽക്കുന്നത് അമേരിക്ക തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് അറിയേണ്ടത് അമേരിക്കയുമായുള്ള ഇന്ത്യയുടെ ബന്ധത്തെക്കുറിച്ച്, ഇന്ത്യസ് റിലേഷൻഷിപ്പ് വിത്ത് ദി US, അമേരിക്കയുമായിട്ട്. നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ സോവിയറ്റ് യൂണിയനുമായിട്ടുള്ള ബന്ധം, ഇവിടെ അമേരിക്കയുമായിട്ടുള്ള ബന്ധമാണ്. അതെടുത്തു കഴിഞ്ഞാൽ ഇതിപ്പോൾ ഒരു 10-15 വർഷം മുമ്പത്തെ ബന്ധങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത് കേട്ടോ. ഇപ്പോൾ അതിലൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങളുണ്ട്. പക്ഷെ നമുക്ക് പരീക്ഷയ്ക്ക് ഈ ബന്ധം മാത്രം പഠിച്ചാൽ മതി. ഇന്ത്യൻ സോഫ്റ്റ്വെയർ മേഖലയിൽ ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്നത് അമേരിക്കയിലേക്കാണ്. അതായത് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന സോഫ്റ്റ്വെയറിൻ്റെ 65% നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നത് അമേരിക്കയിലേക്കാണ്. അതുപോലെ നമ്മുടെ ബോയിങ് വിമാന കമ്പനിയിൽ ജോലി ചെയ്യുന്ന 35% ജനങ്ങളും ഇന്ത്യക്കാരാണ്. സിലിക്കൺ വാലിയിൽ പണിയെടുക്കുന്നവരിൽ 3 ലക്ഷം പേർ ഇന്ത്യക്കാരാണ്. ഹൈ ടെക്നോളജി യൂസ് ചെയ്യുന്ന അമേരിക്കയിൽ പുതിയ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവരുടെ എണ്ണം എടുത്താൽ അതിലെ 15% പേരും ഇന്ത്യക്കാരായ അമേരിക്കക്കാരാണ്. എന്ന് വെച്ചാൽ പഴയ കാലത്ത് ഇന്ത്യയിൽ നിന്ന് പോയിട്ടുള്ള ആൾക്കാരുടെ അനന്തര തലമുറകളാണ് ഇപ്പോഴും അവിടെയുള്ള ആൾക്കാർ. അപ്പോൾ ചുരുക്കത്തിൽ ഇന്ത്യയെ അമേരിക്കയ്ക്ക് വേണ്ടിയാണ്, ഇന്ത്യയിൽ ധാരാളം ആളുകൾ അമേരിക്കയുമായിട്ടുള്ള ബന്ധം ഇപ്പോഴും നിലനിർത്തിക്കൊണ്ട് പോയിക്കൊള്ളുന്നു എന്നതാണ് പ്രത്യേകത. അപ്പോൾ അത് നന്നായിട്ടൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക.
ഇനി ഈ അമേരിക്കയുടെ മേധാവിത്വത്തെ നമുക്ക് മറികടക്കാൻ, അമേരിക്കയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നതിനെയൊക്കെ നമുക്ക് തോൽപ്പിക്കാനൊക്കെ സാധിക്കും. അതെങ്ങനെ സാധിക്കുമെന്ന് ചോദിച്ചാൽ, അമേരിക്ക ഒറ്റയ്ക്ക് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ കുറേ ഗ്രൂപ്പായിട്ടെങ്കിലും ചെയ്യാനായിട്ട് ശ്രമിക്കണം. ചൈന, ഇന്ത്യ, റഷ്യ തുടങ്ങിയ വലിയ രാജ്യങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ആ അഭിപ്രായ വ്യത്യാസങ്ങൾ മാറ്റിവെച്ച് നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്നാൽ അമേരിക്കയുടെ മേധാവിത്വം നമുക്ക് അവസാനിപ്പിക്കാനായിട്ട് സാധിക്കും. അതുപോലെ അമേരിക്കയുടെ വളർച്ചാ നിരക്ക് എന്ന് പറയുന്നത്, സാമ്പത്തിക വളർച്ച എന്ന് പറയുന്നത് വ്യാപാരം, ടെക്നോളജി, ക്യാപിറ്റൽ ഡെപ്പോസിഷൻ, ഇതൊക്കെയാണ്. അപ്പോൾ അതിനെയൊക്കെ നമ്മൾ ഒന്നിച്ച് നിന്നുകൊണ്ട് അമേരിക്കയ്ക്കെതിരായി കൊണ്ടുവരികയാണെങ്കിൽ സ്വാഭാവികമായും നമുക്ക് പുരോഗതിയിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും, രാജ്യത്തെ പുരോഗതിയിൽ എത്തിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ഈ ചാപ്റ്ററിന് പഠിക്കാനുള്ള കാര്യങ്ങൾ, ആദ്യത്തെ 4 പോയിൻ്റ്, അതായത് ഓപ്പറേഷൻ ഡെസേർട്ട് സ്റ്റോം, ഓപ്പറേഷൻ ഇൻഫിനിറ്റി റിച്ച്, ഓപ്പറേഷൻ എൻഡ്യൂറിങ് ഫ്രീഡം, ഓപ്പറേഷൻ ഇറാഖി ഫ്രീഡം, പിന്നെ അമേരിക്കയുടെ ഡൊമിനൻസ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ, ഹെഗ്മണി ആസ് ഹാർഡ് പവർ, മാരകശക്തി എന്ന നിലയിൽ സ്ട്രക്ചറൽ പവർ, ഘടനാപരമായ ശക്തി എന്ന നിലയിൽ സോഫ്റ്റ് പവർ, മൃദുലാധികാര ശക്തി. ആ 3 ഉറപ്പായിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്. പിന്നെ നമ്മളും അമേരിക്കയും തമ്മിലുള്ള ബന്ധം, അതും ഷുവർ ക്വസ്റ്റ്യനാണ്. അപ്പോൾ അതുകൊണ്ട് ഈ 3 പോയിന്റുകൾ ഈ ചാപ്റ്ററിൽ പഠിച്ചു വയ്ക്കുക. അത് ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുള്ളൂ. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ആസിയാൻ അങ്ങനെ പോലുള്ള രാജ്യങ്ങളെക്കുറിച്ചാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്, ആസിയാനെ കുറിച്ചൊക്കെ പഠിക്കുന്നത്. അപ്പോൾ അത് അടുത്ത ദിവസം പറഞ്ഞുതരാം. നന്നായിട്ടൊന്ന് പഠിച്ചു.